KPCC പ്രസിഡന്റ് ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ സ്റ്റാൻഡ് UDF ഇല്ല, കോൺഗ്രസും ഇല്ല. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. KPCC പ്രസിഡന്റ് അങ്ങനെയല്ല പറഞ്ഞത്. KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈൻറ്റിൽ. ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ്, KPCC പ്രസിഡന്റ് അഭിഭാഷകനാണ്. അഭിഭാഷകനായ ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ട് ജയിപ്പിക്കുള്ളൂ. ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. നമുക്ക് ഒരു പരാതി, ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ്, അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും. എൻ്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എൻ്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോൾ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോൾ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടിക്കാനും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറവൂരിൽ വെച്ച് അന്ന് ഇലക്ഷൻ വോട്ടിംഗ് ചേർന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. കാരണം അത് അപ്പീൽ പോകേണ്ട കേസാണ്. കാരണം പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടാണ്. പകുതി പരാജയപ്പെട്ടു, പകുതി പേരെ കൺവിക്ട് ചെയ്തു, പകുതി പരാജയപ്പെട്ടു. അപ്പോൾ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ടാവും. പ്രോസിക്യൂഷൻ സ്റ്റോറി എന്നാണ് പറയുന്നത്. ആ പ്രോസിക്യൂഷൻ കേസ് പകുതി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അതൊരു സ്വാഭാവികമായ നടപടിയാണ്. അത് പോരുന്ന് പറയാൻ പാടില്ല.